രാജ്യത്ത് 2024 ജനാധിപത്യം കുറച്ചുകൂടി പക്വതയാർജിച്ചതും കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതുമായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. പഴയ കാലത്തതുപോലെ ഒരു കുടുംബത്തിന് ചുറ്റുമായി ഇന്ത്യൻ ജനാധിപത്യം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. ഇന്ന് ജനാധിപത്യം എന്ന് പറയുന്നത് വളരെയധികം ആഴ്ന്നിറങ്ങുകയും ഇന്ത്യൻ സമൂഹത്തിൽ അത് വളരെയധികം സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നു. പണ്ട് നമുക്കറിയാം, ഒരു നേതാവിനെ ഒരു മന്ത്രിയുമായി ഒരു സാധാരണക്കാരന് ബന്ധപ്പെടാനോ തൻ്റെ അഭിപ്രായം പറയാനോ ഒക്കെ സാധിക്കുക എന്നുള്ളത് തുലവും വിരളമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. വല്ലപ്പോഴും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമാണ് നേതാക്കന്മാരെ കണ്ടിരുന്നതെങ്കിൽ, മന്ത്രിമാരെ കണ്ടിരുന്നതെങ്കിൽ, ഇന്ന് നിത്യേന ഏത് നിമിഷം വേണമെങ്കിലും തൻ്റെ ജനപ്രതിനിധിയെ ബന്ധപ്പെടാനും അതുപോലെ തന്നെ മന്ത്രിമാരുമായി സംവദിക്കാനും ഒക്കെയുള്ള സാധ്യതകൾ തുറന്നു കൽപ്പിക്കപ്പെട്ടിട്ടുള്ള സാങ്കേതിക വിദ്യയൊക്കെ പുരോഗമിച്ചിട്ടുള്ള ലോകം ഒട്ടേറെ മുന്നോട്ട് പോയിട്ടുള്ള 2024 ഞാനും നിങ്ങളും ഈ ചർച്ച ചെയ്യുന്നത് നിങ്ങൾ ആലോചിക്കണം. പക്ഷേ കേരളത്തിലെ ചില രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് CPM-ഉം CPM-ന്റെ കേരളത്തിലെ സംഘടനാ ശൈലിയെ അനുകരിക്കുന്ന കോൺഗ്രസും ഒക്കെ തങ്ങളുടെ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്ന ഒരാളെ തേജോവധം ചെയ്യുക എന്നുള്ള നിലപാട് സ്വീകരിക്കുകയാണ്. ഇപ്പൊ CPM ആണെങ്കിൽ ഒരു ഇന്നോവ കൊടുത്തുവിട്ട്, കൊട്ടേഷൻ സംഘങ്ങളെ കൊടുത്തുവിട്ട് പാർട്ടി വിട്ടുപോകുന്ന ആളുകളെ കൊല ചെയ്യുക എന്ന പ്രാകൃതമായ ഗോത്രവർഗ ശൈലി പിന്തുടരുന്ന സമയത്ത് ഇവിടെ കോൺഗ്രസ് സ്വീകരിക്കുന്ന എന്താണ്? അവരുടെ മാനസികമായി അവരെ തകർക്കുക, അവരുടെ സ്വഭാവശുദ്ധിയെ ചോദ്യം ചെയ്യുക, അവരെ ജീവിക്കാൻ അനുവദിക്കാത്ത തരത്തിൽ അപവാദ പ്രചരണം നടത്തുക എന്നുള്ളത് കോൺഗ്രസ് നേതാക്കന്മാർ ഒരു ശൈലിയായി സ്വീകരിച്ചിരിക്കുന്നു. ഈ രണ്ട് പാർട്ടികളും ഇപ്പോൾ വാസ്തവത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് വലിയ അപമാനമാണ് നൽകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇവർ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനങ്ങളാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. നോക്കൂ, ഈ ആധുനിക കാലത്ത് നമ്മുടെ എല്ലാ ഭാരതീയ പൗരന്മാർക്കും വോട്ട് ചെയ്യാൻ അവകാശമുള്ളവർക്കൊക്കെ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടിയിൽ അംഗങ്ങളാകാനൊക്കെ സ്വാതന്ത്ര്യമുള്ളൊരു കാലമാണ്. പക്ഷെ ഇപ്പോഴും നോക്കൂ, ഇവരുടെയൊക്കെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് അടച്ചുപിടിക്കപ്പെട്ടുള്ള മെമ്പർഷിപ്പാണ്. ഇവിടെ BJP മാത്രമാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഓപ്പണായി ഏത് ഇന്ത്യൻ പൗരനും, വോട്ടർ പട്ടികയിൽ വോട്ട് ചെയ്യാൻ സാധിക്കുന്ന ഏത് ഇന്ത്യൻ പൗരനും ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗമായി മാറാൻ സാധിക്കുന്ന തരത്തിൽ മിസ് കോൾ മെമ്പർഷിപ്പ് ഏർപ്പെടുത്തി അതിലൂടെ ഡേറ്റ സ്വീകരിച്ച് അവരുമായി ബന്ധപ്പെട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കി വലിയൊരു ഡേറ്റാബേസ് ഉണ്ടാക്കി അവരെ മുഴുവൻ BJPയുടെ ഭാഗമാക്കി മാറ്റിയത്. അതുവരേക്ക് എന്തായിരുന്നു അവസ്ഥ എന്ന് പറയുന്നത്? രാഷ്ട്രീയ പാർട്ടികളുടെ അംഗത്വം എന്ന് പറയുന്നത് ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമുള്ളതായി മാറിയിരുന്നു. ചില ആളുകൾക്ക് മാത്രമായിരുന്നു ഈ മെമ്പർഷിപ്പ് കിട്ടിയിരുന്നത്. അപ്പൊ അവർക്ക് മാത്രമായിരുന്നു ജനാധിപത്യത്തിൽ എന്തെങ്കിലും സംസാരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നത്. അതിന് പകരമായി രാജ്യത്തെ മുഴുവൻ ജനങ്ങളിലേക്കും ജനാധിപത്യത്തെ കൊണ്ടുപോയതും രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുത്തതും അത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഈ 2024 സാഹചര്യം എന്താണ്? ദേശവ്യാപകമായി BJPക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളത് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹ പാനലിസ്റ്റുകൾ വരെ സമ്മതിക്കും. രാജ്യത്തെ ഒരു ഇലക്ഷൻ മൂഡ് എന്ന് പറയുന്നത് നരേന്ദ്രമോദിക്ക് അനുകൂലമാണ് എന്നുള്ളത് സ്വാഭാവികമായി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എല്ലാ സർവേകളും ദേശീയ ജനാധിപത്യ സഖ്യം സർക്കാരിന് 400ഓളം സീറ്റുകൾ പ്രവചിക്കുന്നു. അതിൽ കൂടുതൽ സീറ്റുകൾ പ്രവചിക്കുന്ന സർവേകൾ ഉണ്ടാകുന്നു. വലിയ BJP അനുകൂല, നരേന്ദ്രമോദി അനുകൂല തരംഗം രാജ്യത്ത് നിലനിൽക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. ആ വസ്തുതയെ അരക്കിട്ടുറപ്പിക്കുന്ന വാർത്തകളാണ് കഴിഞ്ഞ കുറെ കാലമായി വന്നുകൊണ്ടിരിക്കുന്നത്.